കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. അതുമൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടത്തും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിന് സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എല്ലാ സുവിശേഷകന്മാർ വളരെ വ്യക്തമായി കുഷ്ഠരോഗത്തിൽ നിന്നും ഒത്തിരിയേറെ ആളുകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന രംഗം വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തിൽ ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് അപേക്ഷിക്കുമ്പോൾ കർത്താവ് അവനെ സുഖപ്പെടുത്തുന്ന രീതി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കർത്താവിന് വേണമെങ്കിൽ ആ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാൻ ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. അവൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ കുഷ്ഠരോഗം അവന് അകലെ നിന്ന് പോലും സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇവിടെ അവനോട് കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് കർത്താവ് പറയുക. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗം ബാധിക്കുന്ന ഒരു വ്യക്തിയെ അന്നത്തെ സമൂഹം അവരിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. എപ്പോഴും സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ ഒരു വിലക്ക് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു പോയവൻ്റെ വേദന അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് ഇവിടെ ഇപ്രകാരം പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഒറ്റപ്പെട്ടവൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവനെ സ്പർശിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ തനിച്ചല്ല, അല്ലെങ്കിൽ നിന്നെ തൊട്ടുകൂടാത്തവനായിട്ട് മാറ്റി നിർത്തേണ്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ യേശുനാഥൻ ചെയ്തത്. തീർച്ചയായും ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ചെറിയ സ്പർശനം പോലും അവൻ്റെ ജീവിതത്തിൽ വലിയ ആശ്വാസമായിട്ട് മാറും. അത് തിരിച്ചറിയാവുന്ന കർത്താവ് അവനെ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, നീ തനിച്ചല്ല മകനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിന്നെ തൊട്ടുകൂടാത്തവനായിട്ട് മാറ്റി നിർത്തേണ്ടവനല്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ ധൈര്യം പകരുന്നതോട് കൂടെ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. അതേസമയം കുഷ്ഠരോഗിയുടെ മനോഭാവവും നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും സുഖം പ്രാപിക്കാൻ സാധിക്കും എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. സമൂഹത്തിൻ്റെ വിലക്കുകളെല്ലാം മറന്നുകൊണ്ട് ഒത്തിരിയേറെ ത്യാഗം സഹിച്ച് യേശുവിൻ്റെ അടുക്കലെത്തുവാൻ അവന് സാധിച്ചു. മാത്രമല്ല ഒത്തിരിയേറെ താല്പര്യത്തോടും അതേസമയം വിശ്വാസത്തോടും കൂടിയാണ് അവൻ യേശുവിനെ സമീപിക്കുന്നത്. യേശുവിൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു എന്ന് പറയുന്നതോടുകൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം വിശ്വാസം ആ വ്യക്തിക്കുണ്ടായിരുന്നു. എൻ്റെ യേശുവിൻ്റെ അടുക്കൽ എനിക്കൊന്ന് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും സുഖം പ്രാപിക്കാൻ സാധിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അപേക്ഷിക്കുവാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ തൻ്റെ അയോഗ്യതകൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ആ കുഷ്ഠരോഗി. അതുകൊണ്ടാണ് തൻ്റെ ഈ അവസ്ഥയിൽ കർത്താവ്
തന്നോട് കരുണ കാണിക്കുമോ എന്നൊരു സംശയം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. കർത്താവേ, നീ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ ഒത്തിരിയേറെ അയോഗ്യനായ, അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിലക്കുകൾ നേരിട്ടവനാണ്, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണ്. എങ്കിലും നീ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്ന പൂർണ്ണമായ വിശ്വാസം അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു പ്രവൃത്തി അവൻ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുന്ന കർത്താവ് അവനെ സ്പർശിച്ചുകൊണ്ട് എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കർത്താവ് ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യം, നീ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് ഇതുപോലെ അനുഗ്രഹം പ്രാപിച്ചു, പക്ഷേ നിന്നെക്കുറിച്ച് സമൂഹം എന്താണ് കരുതുന്നത് എന്ന് നിനക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ മനസ്സ് മാറുന്നതിന് നീ എന്താണ് ചെയ്യേണ്ടത്? എന്താണോ നിന്നോട് നിയമം കൽപ്പിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ചെയ്യുക. വളരെ വ്യക്തമായി തന്നെ കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവവുമായി ഇടപെടൽ മൂലം നമ്മുടെ ഓരോരുത്തരെയും ചെയ്ത് ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷേ ആ മാറ്റം സമൂഹം അറിയണമെങ്കിൽ സമൂഹം നിഷ്കർഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുതന്നെയാണ് ഇവിടെ ഈ കുഷ്ഠരോഗിയോടും കർത്താവ് പറഞ്ഞു കൊടുക്കുക. ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ഒരു കുഷ്ഠരോഗി എങ്ങനെയാണ് തനിക്ക് ശുദ്ധി വന്നത് എന്ന് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായി തന്നെ കർത്താവ് അവനും പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നുണ്ട്, നീ ഇതിനെക്കുറിച്ച് മറ്റു വ്യക്തികളോടല്ല പറയേണ്ടത്, നീ പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. പുരോഹിതൻ അംഗീകരിച്ചു കഴിഞ്ഞ ശേഷമാണ് സമൂഹം നിന്നെ ഏറ്റെടുക്കുക. അതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ ഇതുവരെ ആഗ്രഹിച്ച വലിയൊരു കാര്യമാണ് സംഭവിച്ചത്. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ ഒരു സൗഖ്യം. അതുകൊണ്ട് തന്നെ അവന് പറയാതിരിക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് പ്രസിദ്ധമാക്കാൻ തുടങ്ങി എന്നാണ് വചനം പറയുക. ഒരുപക്ഷേ അവൻ്റെ ആ പറച്ചിലായിരിക്കാം സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിന് തടസ്സമായിട്ട് മാറിയത്. എങ്കിലും ഇവിടെ ആ കുഷ്ഠരോഗിയുടെ ആ മനോഭാവം പ്രിയമുള്ളവരെ നമ്മളും ഏറ്റെടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറച്ചു വയ്ക്കാനുള്ളതല്ല, മറിച്ച് അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കാനുള്ളതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് തീരേണ്ടതാണ്. ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കട്ടെ. അതുപോലെ കർത്താവ് ആ കുഷ്ഠരോഗിയോട് ചെയ്തതുപോലെ നീ തനിച്ചല്ല, നീ മാറ്റി നിർത്തപ്പെടേണ്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.